ബഹുമാനീയരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു ആംഗ്യപ്പാട്ട് പാടിത്തരട്ടെ. എൻ്റെ ആംഗ്യപ്പാട്ടിൻ്റെ പേര് നെയ്യപ്പക്കൊതി. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇപ്പം ആരെങ്കിലും ഉണ്ടോ ഇഷ്ടമല്ലാത്ത? നെയ്യപ്പക്കൊതി മൂത്ത അപ്പനും അമ്മയ്ക്കും ഒടുവിൽ എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് കേട്ടു നോക്കായോ? കൊച്ചുപൂരയ്ക്കലൊരപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ. പിച്ചയ്ക്കൊരു നാൾ പോയപ്പോൾ പച്ചരി ഇരുന്നായി. പച്ചരി കൊണ്ടപ്പൂപ്പൻ കൊച്ചുപൂരയ്ക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചൂട് പറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. അയ്യട അയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, കൊതിയോറിടും നെയ്യപ്പം, മധുര ശർക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലെ വിശപ്പെടുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. അത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് അരിശം തോന്നി. ആര് പറഞ്ഞു മുപ്പീന്ന് കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി മണ്ടി കൊതിയെത്തി കുമ്പകുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വശി പിടിച്ചു അപ്പൂപ്പൻ. ദീപുകയേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അമ്മൂമ്മ. ഇവരു രണ്ടാളും വശിയിലായി. വശി മുറുകിയിട്ടടിപിടിയായി. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തടി കിട്ടി. പിള്ളൻ നമ്മുടെ അപ്പൂപ്പൻ മറ്റൊരു പൊമഴി കണ്ടെത്തി. ഒത്തിരി നേരം കുത്തിയിരിക്കാൻ മിണ്ടാതെ. ആദ്യം മിണ്ടാൽ കൊറ്റപ്പം, മറ്റേയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്കത് സമ്മതമായി. അങ്ങനെ രണ്ടാളും വെമ്മിതേലായി. അപ്പം കുട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാന്തേ രണ്ടാളും കുത്തിയിരിപ്പായി മിണ്ടാതെ. പെട്ടെന്നുള്ളിൽ അടുക്കളയിൽ ചടുകുടു എന്നൊരു ഒച്ച കേട്ടു. മാവൂ മാവൂ വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ, അയ്യടി മണ്ടി തൊട്ടല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. അങ്ങനെ രണ്ടാളും വേഗത്തിൽ തുള്ളിച്ചാടി ചെന്നപ്പോൾ കുട്ട പറഞ്ഞു കിടപ്പുണ്ട്, കുട്ടൊഴിഞ്ഞു കിടപ്പുണ്ട്. ഉണ്ട കണ്ണും കാട്ടിയിട്ട് ചുണ്ടൻ നക്കി നുണങ്ങിയിട്ട് ചാടി മറിഞ്ഞല്ലോ കള്ളിപ്പൂച്ചകാരും പൂച്ച. ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് ഒട്ടിയ നിറം തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും പായ വിരിച്ചു കിടപ്പാന്. പാവപ്പനമ്മേ, വഴക്കിട്ടുണ്ടല്ലേ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചേ? വഴക്കൊന്നും ഒരു പരിഹാരവുമല്ല. നന്ദി.